ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFAയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള സംശയമാണ് കട്ട് ഓഫിന് മുകളിലേക്ക് നമുക്ക് എത്രത്തോളം റാങ്ക് വരെ നിയമനം നടക്കും, അല്ലെങ്കിൽ കട്ട് ഓഫിന് മുകളിലേക്ക് നമ്മൾ എത്രത്തോളം മാർക്കാണ് നമുക്കൊരു സേഫ് സ്കോർ ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ളതെല്ലാം VFAയുടെ കേസിൽ പലർക്കും ഒരു സംശയമാണ് അല്ലേ. നമുക്കറിയാവുന്ന VFA എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് അങ്ങനെ തീരെ കുറവായിട്ട് വരുന്ന ഒരു എക്സാം അല്ല, അത്യാവശ്യം കട്ട് ഓഫും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു എക്സാം ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഡിഫിക്കൽട്ടി ലെവൽ ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് അല്ലെ, 10th ലെവൽ അങ്ങനത്തെ ലെവലൊക്കെ വരുന്ന ഒരു എക്സാം ആയതുകൊണ്ടാണ് ആ ഒരു ലെവൽ എന്ത് ചെയ്യുന്നത്, ആ ഒരു കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാം നമുക്ക് ഭയങ്കര കട്ടിയാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കട്ട് ഓഫ് കുറച്ച് ഹൈ ലെവലിലേക്ക് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആണ്. അപ്പോൾ എത്രത്തോളം മാർക്ക് വേണം, അല്ലെങ്കിൽ ഏത് റേഞ്ച് വരെ ഉള്ളവർക്കാണ് ഈ പറഞ്ഞ നിയമനങ്ങൾ ഉറപ്പാക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുന്ന രീതി എത്രയാണ്, എത്രത്തോളം നിലവിലെ ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നിലവിൽ നമുക്കറിയാം VFA കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാസ് റിക്രൂട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്ന, അല്ലെങ്കിൽ ഒരു വലിയ മെയിൻ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്ന ഒരു എക്സാം അല്ലേ ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ മെയിൻ ലിസ്റ്റിൽ വരുന്നതിൻ്റെ ഒരു 75% വരെ ചില ജില്ലകളിൽ എന്ത് ചെയ്യാറുണ്ട്, നിയമനങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നടന്നു പോകുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും പറഞ്ഞത് കമ്പനി പോർട്ടൽസ് പോലെ വലിയൊരു ലിസ്റ്റും അതിൽ ഒരുപാട് പേർക്ക് നിയമനം എന്നുള്ളതിനപ്പുറത്തേക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിയമനം നടക്കാനുള്ള സാധ്യത വളരെ കൂടിയ ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത് VFA എന്ന് പറയുന്നത് അല്ലേ. കാര്യം നല്ല രീതിയിൽ കൃത്യമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഫെബ്രുവരിയിലടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, VFAയുടെ അഡ്വൈസും കാര്യങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ ഓരോ ജില്ലയിലും അപ് ടു ഡേറ്റ് ആയിട്ട് നിലവിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് നോക്കാം. നമുക്കൊരു ആവറേജ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 71.83 അല്ലേ. പ്രിലിംസിന് വേറെ കട്ട് ഓഫ് ഉണ്ട്, ലാസ്റ്റ് ഇയറിൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് വേറെ ഉണ്ട്, നമ്മുടെ മെയിൻസിന്റെ ആണല്ലോ. ഇത്തവണ നമുക്ക് എന്തില്ല, പ്രിലിംസ് ഇല്ല. അപ്പോൾ മെയിൻസിന്റെ കട്ട് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ എന്താ, തിരുവനന്തപുരത്തേക്ക് എന്താണ് നല്ല രീതിയിൽ കട്ട് ഓഫ് ഒന്നുമില്ല, 74 റേഞ്ചൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, കോഴിക്കോട് വന്നിട്ടുണ്ട്, എന്തായാലും നമുക്ക് ഈ പറഞ്ഞ തൃശ്ശൂർ 72 വന്നിട്ടുണ്ട്, കണ്ണൂർ എത്രയാണ് 74 വന്നിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് ഈ റേഞ്ചിലാണ് പലയിടത്തും എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നില്ല. അപ്പോൾ കോഴിക്കോടാണ് നമുക്ക് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെയിൻ ലിസ്റ്റിലുള്ളവരുടെ എണ്ണം നോക്കാം, ഓരോ ജില്ലകളും വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് ഏതാണ്, തൃശ്ശൂരാണ് അല്ലേ. തൃശ്ശൂർ ഏകദേശം 282 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ വന്നത്. പാലക്കാട് 280 പേരായിരുന്നു എന്ത് വന്നത്, മെയിൻ ലിസ്റ്റിൽ വന്നത് അല്ലേ. അതുകൂടാതെ കൊല്ലത്ത് 281, തിരുവനന്തപുരം 254, എറണാകുളത്ത് 264, മലപ്പുറം 237. അങ്ങനെ അത്യാവശ്യം ഇത്ര ഒരു ഇതാണ് മാക്സിമം എന്ത് വരുന്നത്, മാക്സിമം ഒരു മെയിൻ ലിസ്റ്റിൻ്റെ ഒരു റേഞ്ച് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇത്രയാണ് അല്ലേ. ഈ ഒരു റേഞ്ചിലാണ് മെയിൻ ലിസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എത്ര പേർക്ക് നിയമനം നടന്നുള്ളത് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് 254 പേരിൽ നിന്നും 174 പേർക്കാണ് നിലവിൽ ഫെബ്രുവരി വളരെ കണക്കുകൾ നോക്കിയത്. ഫെബ്രുവരിയിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 174 പേർക്ക് എന്തായി കഴിഞ്ഞു, അവിടെ നിയമനം നടന്നു കഴിഞ്ഞു, അല്ല അഡ്വൈസ് പോയി കഴിഞ്ഞു അല്ലേ. അതുപോലെ കൊല്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 107 പേർക്കാണ് അഡ്വൈസ് പോയത്. പത്തനംതിട്ട കമ്പാരിറ്റീവ്ലി കുറവാണ്, മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം, ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവായിട്ടുള്ളൊരു ജില്ലയാണ്. വില്ലേജുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ നിയമനം കുറവ് നടക്കുന്ന ഒരു ജില്ലയാണ് എന്ന് പറയുന്നത് പത്തനംതിട്ട എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിലവിൽ 69 പോയിരിക്കുന്നത്. കോട്ടയത്ത് 114 അഡ്വൈസ് പോയിട്ടുണ്ട്, കോട്ടയത്ത് 114 പോയിട്ടുണ്ട്. എറണാകുളവും അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു ജില്ല തന്നെയാണ്. 179 അഡ്വൈസാണ് നിലവിലെ കണക്കുകൾ, ഫെബ്രുവരിയിലെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലേ. ആലപ്പുഴ വലിയ അനക്കമൊന്നും വന്നിട്ടില്ല, ആലപ്പുഴയിൽ വലിയ അനക്കമൊന്നും വന്നിട്ടില്ല. ഏകദേശം ആ 85 റേഞ്ച് തന്നെ നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അത്രയൊക്കെ വന്നിട്ടുള്ളൂ. പുതിയതായിട്ട് വലിയ രീതിയിൽ അഡ്വൈസ് ഒന്നും ഇവിടെ പോയിട്ടില്ല, ആലപ്പുഴയിൽ പോയിട്ടില്ല. നിയമനങ്ങൾ ഏറ്റവും കുറവ് നടക്കുന്ന ജില്ലകളിൽ ഒന്നും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ആലപ്പുഴ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ വലിയൊരു റേഞ്ചിൽ ഇനി എന്ത് ചെയ്യുന്നില്ല, അധികമൊന്നും പോകുന്നില്ല. മെയിൻ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആകെ 147 വരെ എന്ത് വന്നിട്ടുള്ളൂ, ലിസ്റ്റ് വന്നിട്ടുള്ളൂ. അതുപോലെ നോക്കുമ്പോഴത്തേക്ക് 216 തൃശ്ശൂരാണ് അല്ലേ നിലവിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് എല്ലാം എവിടെ തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ് അല്ലേ. ഈ ഒരു വർഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്നത് എവിടെയാണ്, തൃശ്ശൂരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. അതിനുശേഷം പാലക്കാട് 174, അതുപോലെ കോഴിക്കോട് 112, വയനാട് നമുക്കറിയാമല്ലോ 26. ആകെ അവിടെ രജിസ്റ്റർ വന്നിരിക്കുന്നത് 104 പേരുടെയാണ്. ആ ഒരു റേഞ്ചിൽ ഏറ്റവും കുറവ് നിയമനം നടക്കുന്ന ജില്ലയാണ് ഇതെന്ന് പറയുന്നത് വയനാട് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ നിങ്ങൾ നോക്കുക, കണ്ണൂരാണെങ്കിൽ 160, ഇടുക്കി 63, മലപ്പുറത്ത് 171, അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ആൻഡ് കാസർഗോഡ് 71 അഡ്വൈസുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വർഷം കൂടിയാണ് നിങ്ങൾക്ക് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നമുക്കിനി ഏകദേശം ഒരു വർഷമേ ഉള്ളൂ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിയും കൃത്യമായിട്ടുള്ള ഇടവേളകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പീരിയോഡിക്കായിട്ട് ഇങ്ങനെ നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഒന്നും ഇന്ത്യൻ കേസിൽ നടക്കില്ല, VFAയുടെ കേസിൽ നടക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന പോലെ വലിയൊരു ലോങ് ലിസ്റ്റ് ഒന്നും അല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോൾ അങ്ങനെ വലിയൊരു ലിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ലിസ്റ്റിലുള്ള ബഹുഭൂരിപക്ഷം പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ജോലി ഉറപ്പിക്കാന്നുള്ള സാധ്യതയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 74 മാർക്കാണ് അല്ലേ. അപ്പോൾ ഒരു 71+ എന്നുള്ളതാണ് ലാസ്റ്റ് ഇയറിൽ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ 74 റേഞ്ചൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും,
പലപ്പോഴും ഇപ്പോൾ ഈ റേഞ്ചിൽ ഈ പറഞ്ഞ 75% നിയമനം നടക്കും, അല്ലെ മിക്ക ജില്ലകളിലും വരുമ്പോഴത്തേക്ക് 75% കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ VFAയുടെ ലിസ്റ്റിൽ നിന്ന് നടക്കാൻ പോകുന്ന നിയമനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നുള്ളൂ, കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഓക്കെ, പോസിറ്റീവായിട്ടൊരു മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു VFAയുടെ കേസിലാണ് നമ്മൾ നിയമനങ്ങളുടെ ട്രെൻഡ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണല്ലോ. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ നടക്കുന്നു എന്നുള്ള സെൻസിലല്ല ഞാൻ പറയുന്നത്. VFAയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഒരുപാട് നിയമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് ജോലി വെക്കുക എന്നുള്ള സാധനമല്ല, ലിമിറ്റഡ് ആണ്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് കൃത്യമായിട്ട് എന്ത് ചെയ്യും, വളരെ മാന്യമായിട്ടൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് അനുസരിച്ചുള്ള വേക്കൻസീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിയമനങ്ങൾ നടക്കപ്പെടും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആ ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് ഏതിൻ്റെ കേസിൽ കാണാനായിട്ട് പറ്റുക, VFAയുടെ കേസിൽ കാണാനായിട്ട് പറ്റുക. ഇപ്പോൾ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ തൃശ്ശൂരൊക്കെ നോക്കിയാൽ ആകെ 282 പേരുള്ളിടത്ത് 216 അഡ്വൈസ് എന്ത് കഴിഞ്ഞു, പോയി കഴിഞ്ഞു. ഇനിയും കുറച്ച് അഡ്വൈസും കൂടെ പോകും. അപ്പോൾ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഇത്തവണ എത്ര എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹയസ്റ്റ് കട്ട് ഓഫ് 74 ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണ പ്രിലിംസ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കിടക്കുന്നതുകൊണ്ട് കൂടി തന്നെ നമുക്കൊരു 75 റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പിടിക്കാം. അത് എക്സാക്ട് അല്ല ഞാൻ പറയുന്നത്. 75 റേഞ്ചിനകത്ത് കട്ട് ഓഫ് എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് നോക്കാം, അല്ലേ? അപ്പോൾ 75 റേഞ്ച് കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 80+ മാർക്ക് എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് മാത്രം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കട്ട് ഓഫ് മറ്റും ഒന്നും നോക്കാതെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് 80+ മാർക്ക്, അല്ലേ? 80+ മാർക്ക്, 80-85 റേഞ്ചുള്ള മാർക്ക് എങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കും, അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള ലക്ഷ്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ജോബ് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ജോലിയാണ്, അല്ലേ? നല്ലൊരു ജോലിയാണ്. അതുപോലെ പലരോടും നമ്മളാണെങ്കിൽ പോലും സ്വന്തം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. പലരും തൃശ്ശൂർ കൊണ്ടുപോയിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറുണ്ട്, തൃശ്ശൂർ കൊണ്ടുപോയിട്ട്, അല്ലേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്ന പോലെ എന്താണ്, അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ലിസ്റ്റിൽ വരാൻ പറ്റിയാൽ എല്ലാ ജില്ലകളിലും അത്യാവശ്യം അവിടുത്തെ കൃത്യമായിട്ടുള്ള വില്ലേജുകളുടെ എണ്ണമൊക്കെ ആസ്പദമാക്കി റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓവർ കോമ്പറ്റീഷനിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ സ്വന്തം ജില്ലയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, VFA എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ 80+ അല്ലെങ്കിൽ 85 എന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴേ നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മുടെ VFAയുടെ എക്സാംസിന് വരിക, അല്ലേ? പക്ഷേ അതിന് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ അല്ല ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ആണ്. ഇനി മുതലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഈ ഒരു എക്സാമിൻ്റെ കേസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഞാനീ പറയുന്ന ഈ ഒരു ടാർഗറ്റ് ഇത് കിട്ടിയാൽ മാത്രമേ ലിസ്റ്റിൽ വരികയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ജോലി മറ്റൊരു ടെൻഷനും ഇല്ലാതെ ഉറപ്പായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ലിസ്റ്റിൽ സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തുക എന്നുള്ളത് വേണം. അതിന് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്ര ആണോ അതിനേക്കാൾ ഒരു 8 അല്ലെങ്കിൽ 10 മാർക്ക് കൂടുതൽ മേടിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, നമ്മളെപ്പോഴും എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട്, അല്ലേ? അത് അങ്ങനെ തന്നെ വേണം, അത് അങ്ങനെ തന്നെയാണ്. അല്ലെ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആ ഒരു നമ്മുടെ ടാർഗറ്റ്, അല്ലേ? അങ്ങനെ പോകുന്നവരാണ് പലപ്പോഴും കട്ട് ഓഫിന് 2-3 മാർക്കിനൊക്കെ ഇപ്പുറത്തായിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ അവസാനിക്കേണ്ടി വരുന്നല്ലേ. സോ എത്രയാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ മാർക്കെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്, അല്ലേ? അപ്പോൾ ഇതുവരെ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനുവേണ്ടിയുള്ള നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ബാച്ചാണ് നമ്മുടെ VFA ബെവ്കോ LDC കമ്പനി ബോർഡ് LDC എക്സാംസിന് വേണ്ടിയിട്ടുള്ള 3-in-1 ബാച്ച് എന്ന് പറയുന്നത്, അല്ലേ? മെജോറിറ്റി ആളുകൾ ഈ 3 എക്സാമുകൾ എഴുതുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാം മാത്രം എഴുതുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, ഇൻഡിവിജ്വൽ ബാച്ചസും ഉണ്ട്. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ബേസോട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിലുള്ള ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിലാണ്. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ്, അതിൻ്റെ ക്ലാസ്, അതിൻ്റെ PDF നോട്ട്സ് അതെല്ലാം നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഈ പറയുന്ന പോലെ എവിടേക്കാണ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കേണ്ടതൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. ആൻഡ് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ് ഉണ്ടായിരിക്കും. സോ അതൊരു ടെൻഷൻ വേണ്ട. ന്യൂ SCRT വരാൻ പോകുന്ന എക്സാമിന് വലിയൊരു സോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അതിനകത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെ എന്തെല്ലാമാണോ എക്സാമിന് വേണ്ടത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് PYQ ബേസ്ഡ് റിവിഷൻസ് ക്ലാസ്സുകളുടെ ഒപ്പം തന്നെ നിങ്ങൾ കിട്ടുകയും ചെയ്യും. ആൻഡ് നമുക്ക് എക്സാം അടുപ്പിച്ചും എല്ലാം നമുക്ക് കണ്ടിന്യൂ, നമുക്ക് റെഗുലർ റിവിഷൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ്. ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുക. ഇന്ന് മുതൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് പിന്നെയെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ടൈമില്ല. കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ നമ്മളൊരു പടി മുന്നിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.